ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ശത്രു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 12:20 നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കുക. നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് നിർവഹിക്കേണ്ട കടമകളും നമ്മുടെ സുഹൃത്തുക്കളോടുമുള്ള കടമകളും നമ്മുടെ ബന്ധുക്കളോട് കാണിക്കേണ്ട വാത്സല്യവുമുണ്ട്. അതുപോലെ നമ്മുടെ ശത്രുക്കളോട് ദയയും കരുണയും കാണിക്കേണ്ട കടമയും നമുക്കുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി സ്നേഹപൂർവ്വം 2 കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി. അവ ആരോഗ്യമുള്ളതും തടിച്ചതുമായ കോഴികളായി വളർന്നു. ഒരു ദിവസം കോഴികൾ അബദ്ധത്തിൽ അയൽക്കാരന്റെ തോട്ടത്തിൽ അലഞ്ഞു. അയൽക്കാരൻ അവയെ പിടികൂടി ക്രൂരമായി കഴുത്ത് ഞെരിച്ചു. 2നെയും കൊന്നു. എന്നിരുന്നാലും പെൺകുട്ടി ക്രിസ്തുവിൽ സ്വയം ആശ്വസിപ്പിച്ചു. അവൾ കോഴികളെ പാകം ചെയ്ത് തയ്യാറാക്കിയ ഒരു വിഭവവുമായി അയൽക്കാരന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അമ്മാവ, ആ കോഴികളെ പാകം ചെയ്തതിനു ശേഷം ഈ വിഭവം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കർത്താവ് എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അതിനാൽ ഞാൻ അവ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നു. അവളുടെ വാക്കുകളും അവളുടെ സ്നേഹപ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തകർത്തു. അദ്ദേഹം ആഴത്തിൽ വികാരഭരിതനായി. അദ്ദേഹം അനുതപിച്ച് കരഞ്ഞു. ആ കൊച്ചു പെൺകുട്ടിയുടെ കൃപയുടെ പ്രവൃത്തി അവന്റെ ആത്മാവിൽ ബോധ്യം കൊണ്ടുവന്നു. മനുഷ്യവംശത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ആളുകൾ അവരുടെ ശത്രുക്കളോട് വ്യത്യസ്തമായി പെരുമാറി. ഉൽപ്പത്തി പുസ്തകം 4:23 ലാമേക്ക് പറഞ്ഞു, എന്നെ മുറിവേൽപ്പിച്ചതിന് ഞാൻ ഒരു മനുഷ്യനെ കൊന്നു, എന്നെ വേദനിപ്പിച്ചതിന് ഒരു യുവാവിനെയും. ആ ദിവസങ്ങളിൽ ഒരു ചെറിയ മുറിവ് പോലും കൊലപാതകത്തിലേക്ക് നയിച്ചേക്കാം. ഒരു വെറും മുറിവ് പോലും മാരകമായ പ്രതികാരത്തിന് കാരണമാകും. അത് അജ്ഞാതയുടെയും പ്രതികാരത്തിന്റെയും യുഗമായിരുന്നു. പിന്നീട് ന്യായപ്രമാണത്തിന്റെ കാലഘട്ടം വന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ മുറിവോ ചതവോ ഉണ്ടാക്കിയ വ്യക്തിയെ കൊല്ലാൻ പാടില്ലായിരുന്നു. പകരം അയാൾക്ക് തുല്യമായ മുറിവ് ലഭിക്കണമായിരുന്നു. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്നത് നീതിയുടെ നിയമമായി മാറി. എന്നാൽ പിന്നീട് കൃപയുടെ യുഗം വന്നു. യേശുക്രിസ്തുവിന്റെ കാലം സ്നേഹത്തിന്റെ കൽപ്പന ലോകത്തെ ഭരിക്കാൻ തുടങ്ങി. പല്ലിനു പകരം പല്ല് ആവശ്യപ്പെടുന്ന നിയമം ദൈവിക സ്നേഹത്തിന്റെ തത്വത്താൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. യേശു ഒരു പുതിയ മാർഗം അവതരിപ്പിച്ചു. ആരെങ്കിലും നിങ്ങളുടെ കവിളിലടിച്ചാൽ സൗമ്യതയിലും കൃപയിലും മറ്റേ കവിളും കാണിക്കുക. യേശു പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവീൻ, നിങ്ങളെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. ഇത് മത്തായി 5:44 കാണപ്പെടുന്നു. അവൻ പറഞ്ഞു, ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേ ചെകിട്ടവും കൊടുക്കുവീൻ, നിങ്ങളുടെ മേലങ്കി എടുത്തു കളയുന്നവന് നിങ്ങളുടെ വസ്ത്രവും കൊടുക്കുക. ഇത് ലൂക്കോസ് 6:29 പറയപ്പെടുന്നു. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയേക്കാം. എന്നാൽ കാൽവറിയിലെ ക്രൂശ് നോക്കുമ്പോൾ കർത്താവ് അതിനുള്ള കൃപ നമുക്ക് നൽകുന്നു. തന്നെ ക്രൂശിൽ തറച്ചവരെ അവൻ സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തില്ലേ? ആ സ്നേഹം നമ്മിലും വെളിപ്പെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 തെസ്സലോനിക്കർ 5:15 ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോന 1, 2, 3, 4 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 10 അധ്യായം. ആമേൻ.